Third semester BTech degree examination September 2020. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ പാർട്ട് ബി ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് ബി. ഓക്കെ, അപ്പോൾ പാർട്ട് ബി കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഞാൻ പാർട്ട് ബി ആദ്യം ചൂസ് ചെയ്തത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഇനി അടുത്ത ഏത് സെക്ഷനാണ് വേണ്ടത്. പാർട്ട് സി ആണെങ്കിൽ അങ്ങനെ, പാർട്ട് എ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പാർട്ട് ബി ചെയ്യാം. എനിക്ക് തോന്നുന്നു പാർട്ട് ബി ആണ് എല്ലാവർക്കും കുറച്ച് ടഫായിട്ട് തോന്നിയെന്ന് തോന്നുന്നു. അപ്പം പാർട്ട് ബിയിൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് ഞാൻ സോൾവ് ചെയ്ത് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്കിതിനകത്ത് ഏതെങ്കിലും രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത് അല്ലേ, ഏതർ 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 4, 6, 5, 6 അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്കത് അറിയാം. അപ്പം നമുക്കിത് ഏത് മോഡ്യൂളിനാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ പിന്നെ പറയാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 0 to 4 plus 2y z bar dz along the curve given by z equal to t square plus it. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സൊല്യൂഷനിലോട്ട് പോകാം. ഓക്കെ, ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്തായാലും സിംഗിൾ ഇൻറ്റഗ്രലിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ എയിം എന്താണ്, എല്ലാം ഒരൊറ്റ വേരിയബിളിലോട്ടാക്കണം. ക്വസ്റ്റ്യനിൽ നമ്മുടെ എളുപ്പത്തിന് z equal to t square plus it എന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്താ വേണ്ടത്, z അല്ല വേണ്ടത്, z ബാറാണ് വേണ്ടത്. അപ്പോൾ z equal to t square plus it ആണെങ്കിൽ z ബാർ എന്തായിരിക്കും, ഇതിൻ്റെ കോൺജുഗേറ്റ് അല്ലേ, നേരെ ഓപ്പോസിറ്റ് സൈഡ് t square minus it എന്നായിരിക്കും ആണല്ലോ. ഇനി നോക്കിക്കേ, ഡി ഇസെഡ് വേണം. അപ്പോൾ ഡി ഇസെഡ് എന്താ, ഡി ഇസെഡ് ഇസ് ഈക്വൽ ടു ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തേ. ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2t dt പ്ലസ് ഐ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഐ ഡി ടി. രണ്ടിടത്തു നിന്നും ഡി ടി കോമൺ ആയിട്ട് എടുക്കുമ്പം 2t പ്ലസ് ഐ ഡി ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇസെഡ് ബാറിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ടി സ്ക്വയർ മൈനസ് ഐ ടി കിട്ടി. ഡി ഇസെഡിൻ്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് 2z പ്ലസ് ഐ ഡി ടി എന്ന് കിട്ടി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇസെഡ് ബാറിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കാൻ പോണേ, ടി സ്ക്വയർ മൈനസ് ഐ ടി ഇൻറ്റു ഡി ഇസെഡിൻ്റെ സ്ഥാനത്ത് 2t പ്ലസ് ഐ ഇൻറ്റു ഡി ടി. അപ്പോഴേ എന്തുവാ ഇനി ഇവിടെ മിസ്സിങ്, നമുക്കിവിടെ ലിമിറ്റ് 0 to 4 plus 2y, ആ ലിമിറ്റ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. കാരണം അത് എക്സിൻ്റെ വൈയുടെ ലിമിറ്റാണ്, ഇസെഡിൻ്റെ ലിമിറ്റാണ് കിടക്കുന്നത്. നമുക്ക് ഇൻ ടേംസ് ഓഫ് ടിയുടെ ലിമിറ്റാക്കി മാറ്റണം. അതെങ്ങനെ ടിയുടെ ലിമിറ്റായിട്ട് മാറ്റും, അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഇസെഡ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് ഐ ടി, നമ്മൾ സാധാരണ ഇസെഡിനെ എങ്ങനെ എഴുതണം, ഇസെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ് എഴുതാറല്ലേ. അപ്പോൾ ഇസെഡ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് ഐ ടിയുടെ മീനിങ് എന്താ, എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ടി എന്നുവാ മീനിങ് അല്ലേ. വൈ ഇസ് ഈക്വൽ ടു ടി, ഐ വൈ, ഇവിടെ ഐയുടെ കൂടെയുള്ള ആൾ ടി, അപ്പോൾ അതുകൊണ്ടാണ് വൈ ഇസ് ഈക്വൽ ടു ടി. ഇനി ഇവിടെ നോക്കിക്കേ, 0 to 4 plus 2y എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 എന്ന് പറഞ്ഞാൽ 0,0 ആണ്, 4 plus 2y എന്ന് പറഞ്ഞാൽ 4,2 എന്നാണ് അതിൻ്റെ മീനിങ്, ഇൻറ്റു ഇസെഡ് ബാർ ഡി ഇസെഡ് എന്നാണ് ആ പ്രോബ്ലത്തിൻ്റെ ആ ക്വസ്റ്റിൻ്റെ മീനിങ്. എന്തുവാ, കോംപ്ലക്സ് നമ്പറായിട്ട് തന്നിരുന്നാലും നമുക്കതിനെ ഓർഡേഡ് പെയർ ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ 0, എക്സിൻ്റെ മുകളിലത്തെ വാല്യൂ എന്തുവാണ് 4. സോ എക്സ് വേരീസ് ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 0 to എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണേ. അപ്പോൾ എക്സ് ഇങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ടിയുടെ വാല്യൂ നോക്കണ്ടേ, എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പം എക്സ് ഈക്വൽ ടു എന്തുവാ, ടി സ്ക്വയർ. അപ്പോൾ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആവും, ടി ഈക്വൽ ടു എന്താവും 0. അപ്പോൾ അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 4 ആകുമ്പോൾ അവിടെ എങ്ങനെ എഴുതാം, ടി സ്ക്വയർ ഈക്വൽ ടു 4 ഓർ ടി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. അത് ഈ കിട്ടിയതിൻ്റെ അർത്ഥം എന്താ, ടി വേരീസ് ഫ്രം 0 to 2 ഓർ ടി വേരീസ് ഫ്രം 0 to -2. അതിലിപ്പോൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇതേപോലെ വൈയുടെ ലിമിറ്റും ആ ലൈനിലൊന്നും നോക്കി പറഞ്ഞേ, താഴത്തെ സ്ഥലത്ത് വൈയുടെ വാല്യൂ 0, മുകളിൽ വൈയുടെ വാല്യൂ 2. വൈ വേരീസ് ഫ്രം വൈ ഈക്വൽ ടു 0 to വൈ ഈക്വൽ ടു 2 എന്നാണ് ആ പോയിന്റ് കാണിച്ചിരിക്കുന്നതിൻ്റെ മീനിങ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വൈ ഈക്വൽ ടു എന്തെന്ന് എഴുതിയിരിക്കുന്നത് ടി, അപ്പോൾ ടി ഈക്വൽ ടു 0 ഇവിടെ കൊടുക്കുമ്പോൾ ടി ഇസ് ഈക്വൽ ടു 2. ഈ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് എന്താണ്, ടി ഈക്വൽ ടു 0 കോമൺ ആണ്, ഇപ്പുറത്ത് ടി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ഉണ്ട്, ഇവിടെ 2 മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും ടി എങ്ങനെ വേരി ചെയ്യണേ, ടി വേരീസ് ഫ്രം ടി ഈക്വൽ ടു 0 to ടി ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ലിമിറ്റിന് നമുക്ക് 1 മാർക്ക് കിട്ടുവേ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് ഇത്ര എഴുതി എത്തിയപ്പോഴേക്കും നമുക്ക് 1 മാർക്ക് കിട്ടി, ഈ ലിമിറ്റിന് 1 മാർക്ക് കിട്ടി. ഇനി ഈ ലിമിറ്റ് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ, 0 to 2. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും, ഇൻ്റഗ്രൽ 0 to 2 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് ഐ ടി ഇൻറ്റു 2t പ്ലസ് ഐ ഡി ടി. അപ്പോൾ ടി സ്ക്വയർ ഇൻറ്റു 2t എന്തുവാണ്, 2t³. അടുത്ത് ടി സ്ക്വയർ പ്ലസ് ഐ എന്തുവാണ്, ടി സ്ക്വയറും ഇവിടുത്തെ ഈ ഐയോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ഐ ടി സ്ക്വയർ. ഓക്കെ, മൈനസ് ഐ ടിയും 2tയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ മൈനസ് 2it ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, മൈനസ് ഐ സ്ക്വയർ വരുന്നുണ്ട്. മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ സ്ക്വയർ -1 ആണ്, അപ്പോൾ അത് +1 ആയിട്ട് മാറും. ഐ സ്ക്വയർ ഈക്വൽ ടു -1, ഫ്രണ്ടിലത്തെ മൈനസും കൂടി ചേർന്നത് +1. സോ +1 ഇൻറ്റു ടി എന്ന് വരും അല്ലേ. സോ അത് പ്ലസ് ടി ഡി ടി
ഇവിടെ പറയാം ടി സ്ക്വയർ ഇൻറ്റു 2t ആണ് 2t ക്യൂബ് എന്ന് എഴുതിയത്, ടി സ്ക്വയർ ഇൻറ്റു ഐനെയാണ് ഐ ടി സ്ക്വയർ എന്ന് എഴുതിയത്. അടുത്തെന്താ ചെയ്തത്, മൈനസ് ഐ ടീനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പം മൈനസ് ഐ ടി ഇൻറ്റു 2t ആണ് മൈനസ് 2y ടി സ്ക്വയർ എന്ന് എഴുതിയത്. അടുത്ത് മൈനസ് ഐ ടി ഇൻറ്റു ഐ ആണ് പ്ലസ് ടി എന്നായി മാറിയത്. ഓക്കെ, ഇതിനൊന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2t ക്യൂബ് മൈനസ് ഐ ടി സ്ക്വയറും മൈനസ് 2i ടി സ്ക്വയറും കൂടി ചേർന്നിട്ട് അത് മൈനസ് ഐ ടി സ്ക്വയർ എന്ന് എഴുതി കൂടെ, ഒരേപോലത്തെ ടേം അല്ലേ, പ്ലസ് ടി ഡി ടി. ഇനി നമുക്ക് ഇതിനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടിക്ക് അല്ലേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു ടി റേസ് ടു 4/4 മൈനസ് ഐ ടി ക്യൂബ് ബൈ 3 പ്ലസ് ടി സ്ക്വയർ ബൈ 2. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2. ഈ 2ഉം 4ഉം കൂടെ പോകുമ്പോൾ ഇവിടെ 2 ആവുന്നുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പം 2 റേസ് ടു 4/2 മൈനസ് ഐ ഇൻറ്റു 2 ക്യൂബ് ബൈ 8 പ്ലസ് 2 സ്ക്വയർ ബൈ 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്തുവാ, ലോവർ ലിമിറ്റ് 0. ലിമിറ്റ് അപ്ലൈ ചെയ്യട്ടെ. ദറ്റ് ഈസ് ഈക്വൽ ടു ഈ 2ഉം 2 റേസ് ടു 4ഉം പോകുമ്പോൾ ഇവിടെ 2 ക്യൂബ് ആവും. 2ഉം 2 സ്ക്വയറും പോകുമ്പോൾ ബാക്കി ഇവിടെ 2 ക്യൂബ് എന്തുവാണ് 8 പ്ലസ് 2 എന്താവും അപ്പം 10. ഓക്കെ, മൈനസ് എന്താ ഉള്ളത് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ മൈനസ് 8i/3. ഓക്കെ, ആൻസറായി. ഇവിടെ വെച്ച് നിർത്താം നമുക്ക് ആൻസർ. അപ്പോൾ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഇത് 7 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യുമ്പോൾ 1 മാർക്കാണ്. ഇസഡും ഡി ഇസഡും ഫൈൻഡ് ചെയ്യുമ്പോൾ 1 മാർക്ക്. അതിവിടെ ലിമിറ്റ് കറക്റ്റായിട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മാർക്ക്, 3 മാർക്കാണ്. പിന്നെ അടുത്ത ഒരു ഇൻറ്റഗ്രേഷനും ലാസ്റ്റ് ആൻസറും കൂടെ വരുമ്പോഴാണ് നമുക്ക് 7 മാർക്ക്. വളരെ പെട്ടെന്ന് കിട്ടുന്ന മാർക്കാണ് ഇതിനകത്ത്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി 2z minus 1 by z square minus z dz along the curve c such that mod z is equal to 3 using Cauchy's integral formula. എളുപ്പം Cauchy's integral formula എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫോമുലേക്ക് നമുക്ക് 1 മാർക്ക് കിട്ടും അല്ലേ. അടുത്ത് നോക്കിക്കേ, ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തുവാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി 2z minus 1 ഇൻറ്റഗ്രൽ ഓവർ സി 2z minus 1 by z square minus z dz along the curve c such that mod z is equal to 3 using Cauchy's integral formula. ഓക്കെ, അപ്പോൾ Cauchy's integral formula അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിൻ്റാണ് അകത്തുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. z സ്ക്വയർ മൈനസ് z നമുക്ക് z ഇൻറ്റു z മൈനസ് 1 എന്ന് എഴുതി കൂടെ. അതിന് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. z സ്ക്വയർ മൈനസ് z ഇസ് ഈക്വൽ ടു z ഇൻറ്റു z സ്ക്വയർ മൈനസ് ഇസെറ്റിന് നമ്മൾ ആദ്യം 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. z സ്ക്വയർ മൈനസ് ഇസെറ്റ് എന്ന് പറഞ്ഞാൽ z ഇൻറ്റു z മൈനസ് 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് z ഈക്വൽ ടു 0 ആൻഡ് z മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ അവിടെ നിന്ന് z ഈക്വൽ ടു 0 എന്നും z ഈക്വൽ ടു 1 എന്നും 2 പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റും തന്നിട്ടുള്ള കർവിനകത്താണ്. ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാം 0 1 റേഡിയസിനേക്കാളും ചെറുതാണ്, കർവിനകത്താണ്. പക്ഷെ നമുക്കത് ചെക്ക് ചെയ്ത് കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. സോ വെൻ z ഇസ് ഈക്വൽ ടു 0, z ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ മോഡ് z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ റേഡിയസ്. Therefore, z equal to 0 lies inside C. 1 മാർക്ക് കൂടെ കിട്ടി. അതേപോലെ അടുത്ത പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ when z is equal to 1 ചെക്ക് ചെയ്യുമ്പോൾ mod z is equal to modulus of 1, that is equal to modulus of 1 എന്ന് root of 1 തന്നെ, which is equal to 1. That is also less than radius. Therefore, z equal to 1 lies inside C. അടുത്ത മാർക്ക് കൂടെ കിട്ടി. ഈ 2 കർവും എന്തുവാ, 2 പോയിന്റും ഈ കർവിനകത്താണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഇൻറ്റഗ്രൽ ഓവർ സി is 2z minus 1 by z square minus z എന്നുള്ളത് ഇപ്പോൾ z ഇൻറ്റു z മൈനസ് 1 dz എന്നായി മാറി. അതിൽ 2 പോയിന്റ് ഡിനോമിനേറ്ററിൽ 2 ഫാക്ടറുണ്ട്, 2 പേരും കർവിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ യൂസ് പാർഷ്യൽ ഫ്രാക്ഷൻ. പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ, ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം 2 പോയിന്റും അകത്താണെന്ന്. അപ്പോൾ അത് പ്രോബ്ലം ആണ് വേണ്ടത്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടുമ്പോൾ നമ്മൾ നോക്കും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ആണോ കൂടുതൽ, ആണ് z ഇൻറ്റു z സ്ക്വയർ. ന്യൂമറേറ്ററിൽ ഡിഗ്രി കുറവാണ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുക, അകത്തുള്ള ഫംഗ്ഷൻ 2z മൈനസ് 1 ബൈ z ഇൻറ്റു z മൈനസ് 1നെ a ബൈ z എന്നും രണ്ടാമത്തേന് b ബൈ z മൈനസ് 1 എന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അടുത്ത ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2z മൈനസ് 1 ഇസ് ഈക്വൽ ടു a ഇൻറ്റു z മൈനസ് 1 പ്ലസ് b ഇൻറ്റു z. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. z ക്യാൻസൽ ആയി പോയിട്ട് ബാക്കിയുള്ള z മൈനസ് 1 എയുടെ കൂടെ വന്നു. z മൈനസ് 1 ക്യാൻസൽ ആയിട്ട് ബാക്കി z ഇവിടെ വന്നപ്പോൾ b z എന്ന് വന്നു. ഓക്കെ, എനിക്കിനി എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെയാണ്, put z is equal to 1, z ന് 1 കൊടുക്കുകയാണെങ്കിൽ 2 minus 1, 1 equal to 1 minus 1 0. So first term 0 ആയി പോവും, പ്ലസ് b എന്ന് വന്നു. That is b is equal to 1. ബിയുടെ വാല്യൂ കിട്ടിയേ.
അടുത്ത when z is equal to 0, z ന് 0 കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ put z is equal to 0, z ന് 0 കൊടുക്കുകയാണെങ്കിൽ -1 is equal to മൈനസ് എ എന്ന് വരും. പ്ലസ് ഈ രണ്ടാമത്തെ ടേം എന്തായി പോകും 0. സോ എ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ 2z - 1 ബൈ z ഇൻറ്റു z - 1 എന്നുള്ളത് 1 ബൈ z പ്ലസ് 1 ബൈ z - 1 എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തി. നമുക്ക് എന്താ വേണ്ട? ഇൻ്റഗ്രൽ ഓവർ സി 2z - 1 dz ഇൻ്റഗ്രലാണ് ആവശ്യം. അത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ സി 1 ബൈ z dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി 1 ബൈ z - 1 dz എന്നല്ലേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്തുവാണ്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി f of z ബൈ z മൈനസ് എ dz is equal to 2 pi I into f of a if a lies inside c. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഈ ഫോർമുല എഴുതി വെച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു മാർക്ക് കൂടെ കിട്ടി, ഫോർമുലയ്ക്കുള്ള മാർക്ക്. ഈ രണ്ട് പോയിന്റിലും എന്തുവാണ്? z equal to 0 എന്ന് പറഞ്ഞ പോയിന്റ് അകത്ത് തന്നെയാണ്, z - 1 equal to 0 എന്ന് പറയുന്നത് അകത്തെ പോയിന്റാണ്. സോ ഈ രണ്ടിടത്തും ഇൻ്റഗ്രൽ ഓവർ സി 2z - 1 ബൈ z ഇൻറ്റു z - 1 dz is equal to ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 pi I into f of 0. അവിടെ z എന്ന് പറയുന്നത് എന്താ? z - 0, സോ f of 0 പ്ലസ് 2 pi I into f of 1. ഇവിടെ ന്യൂമറേറ്ററിൽ f of z എന്തുവാണ്? ഇവിടുത്തെ ന്യൂമറേറ്ററിൽ f of z എന്ന് പറയുന്നത് 1 ആണ്. സോ എനിക്ക് പ്രത്യേകം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. ഇതെന്ത് തന്നെ കിട്ടി? 2 pi I പ്ലസ് 2 pi I എന്ന് കിട്ടി. സോ ആൻസർ 4 pi I. എന്ത് പെട്ടെന്ന് ആൻസർ കിട്ടിയത്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 8 മാർക്ക് എങ്ങനെയാണെന്ന് പറയട്ടെ. നമ്മൾ ഈ ഓരോ പോയിന്റ് കണ്ടുപിടിക്കത്തില്ലേ ഇൻസൈഡ് ആണെന്ന്, അപ്പോൾ നമുക്ക് ഒരു മാർക്ക് കിട്ടുകയാണ്. a ഈക്വൽ ടു b ഈക്വൽ ടു 1 എന്ന് കിട്ടിയപ്പോഴേക്കും എനിക്ക് ഒരു മാർക്ക് കിട്ടി. z ഈക്വൽ 0 1 എന്നുള്ള പോയിന്റ് കിട്ടിയപ്പോഴേക്കും എനിക്ക് ഒരു മാർക്ക് കിട്ടി. 4 മാർക്കായി. ഇനി അടുത്ത് ഇയാളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തില്ലേ, അപ്പോഴേക്കും ഒരു മാർക്ക്. ഫോമിലേക്ക് ഒരു മാർക്ക്. ഇപ്പോൾ എത്രയായി? ഒരു 6 മാർക്സ് ആയി അല്ലേ. ഇനി നോക്കിക്കേ, ഈ ഫോമിൽ അപ്ലൈ ചെയ്ത ഈ സ്റ്റെപ്പിന് ഒരു മാർക്ക്, ലാസ്റ്റ് ആൻസറിന് ഒരു മാർക്ക്, 8 മാർക്കായി. അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഈ ഒരു പോയിന്റ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ 3 മാർക്ക് കിട്ടുകയാണ്. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ തെറ്റിപ്പോയാലും നമ്മൾ ഈ ഫോമുല കറക്റ്റായിട്ട് എഴുതുമ്പോഴേക്കും 2 pi I into f of a, if a lies inside c, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ പവർ ഉണ്ടെങ്കിൽ 2 pi I by n - 1 ഫാക്ടറിയൽ. അപ്പോൾ ആ ഫോമുല എഴുതുമ്പോഴേക്കും വീണ്ടും നമുക്ക് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് 4 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, നിങ്ങൾക്കത് പ്രയാസമായിട്ട് എപ്പോഴും തോന്നുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of z is equal to 1 by z square plus 3z plus 2 in the region 1 less than mod z less than 2. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ ഇവിടെ ചെയ്തതുപോലത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണേ. f of z equal to 1 by z square plus 3z plus 2. നമ്മുടെ ഫസ്റ്റ് ജോലി എന്തുവാണ്? ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ z square plus 3z plus 2 എന്തുവാകും? ഈ കാൽക്കുലേറ്ററിൽ നിങ്ങൾ എൻ്റെ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വേണം, ആഡ് ചെയ്യുമ്പോൾ 3 വരണം. എന്തുവാ അത്? ഇസ് ഈക്വൽ ടു 1 by z പ്ലസ് 1 ഇൻറ്റു z പ്ലസ് 2. കറക്റ്റല്ലേ നോക്കിക്കേ, 2 ഇൻറ്റു 1 ആണ് ഇവിടുത്തെ 2 പ്ലസ് 1 ആണ് 3. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരുന്നുണ്ട്, ആഡ് ചെയ്യുമ്പോൾ 3 വരുന്നുണ്ട്. ഇതിൻ്റെ എക്സ്പാൻഷനല്ലേ മുകളിലുള്ള z സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2 ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിലാണ് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് z ഈക്വൽ ടു -1 -2 എന്ന് കിട്ടും. അപ്പോൾ അതിന് z പ്ലസ് 1 ഇൻറ്റു z പ്ലസ് 2 എന്നുള്ള ഫോമിൽ എഴുതി വെച്ചാലും മതി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതി നമുക്ക് ഒരു മാർക്ക് കിട്ടി. ഇനി നമുക്ക് ഇയാൾ എന്ത് ചെയ്യണം? ആ റീജിയനകത്ത് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഫാക്ടർ ഉണ്ടെങ്കിൽ ലോറന്റ് സീരീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അതിനെ ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണേ. പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 by z plus 1 into z plus 2 is equal to a by z plus 1 plus b by z plus 2. That is 1 is equal to a into z plus 2 plus b into z plus 1. Put z is equal to -2. z ന് -2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, -2 plus 2 വരുമ്പോൾ ഇത് 0 ആയി പോകും. സോ 1 is equal to -b എന്ന് വരുന്നുണ്ട്. ഓർ b is equal to -1. ആദ്യത്തെ പോയിന്റ് കിട്ടി. അടുത്ത പുട്ട് z is equal to -1 കൊടുക്കുവാണേ. -1 കൊടുക്കുമ്പോൾ 1 is equal to -1 plus 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into a. ഇവിടെ എന്തായി പോവും? 0 ആയി പോവും. സോ a is equal to 1 എന്ന് കിട്ടി. രണ്ടാമത്തെ പോയിന്റും കിട്ടി. സോ നമ്മുടെ ടേം എങ്ങനെ എഴുതാം? 1 by z plus 1 into z plus 2നെ നമുക്ക് 1 by z plus 1 -1 by z plus 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? അതിനാണ് നമുക്ക് തന്നിട്ടുള്ള റീജിയനിലേക്ക് പോകേണ്ടത്.
അപ്പോൾ റീജിയനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇതിനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 1 മാർക്ക്, പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നിർത്തിയപ്പോൾ 1 മാർക്ക്. ഇപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് എഴുതിയപ്പോൾ നമുക്ക് 2 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അടുത്ത റീജിയനാണ് നമ്മൾ അടുത്ത മാർക്ക്. റീജിയൻ എന്താണ് തന്നിരിക്കുന്നത്? 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 2. ഓക്കെ, 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 2. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ റീജിയനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1 ലെസ് ദാൻ മോഡ് സെറ്റ് ഒരു സൈഡിൽ എഴുതി, അടുത്തത് എന്താണ് മോഡ് സെറ്റ് ലെസ് ദാൻ 2. അതിനെ അതേപോലെ കട്ട് ചെയ്ത് എഴുതണമെന്ന് വിചാരിച്ചാൽ മതി. 1 ലെസ് ദാൻ മോഡ് സെറ്റും അടുത്ത് ബാക്കിയുള്ളത് മോഡ് സെറ്റ് ലെസ് ദാൻ 2ന് 2 എഴുതി. നമുക്ക് എപ്പോഴും ഓർക്കേണ്ട കാര്യം എങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള ലെസ് ദാൻ്റെ നേരെ ഇസഡ് നിൽക്കുന്ന രീതിയിൽ വേണം എപ്പോഴും ഈ റീജിയനെ അറേഞ്ച് ചെയ്യാൻ. ഇവിടെ നോക്കിക്കേ, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ് വാതർന്ന് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് എന്ത് നിൽക്കുന്നത്, ഇസഡ് നിൽക്കുന്നത്. അപ്പോൾ അത് പറ്റത്തില്ല, നമുക്ക് ലെസ് ദാൻ്റെ നേരെ ഇസഡ് വരണം. അപ്പോൾ ഇവിടെ ആര് ഇപ്പുറത്തേക്ക് ലെസ് ദാൻ്റെ നേരെ ഇസഡ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇസഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതെങ്ങനെയാണ് കൊണ്ടുവരിക, ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 1 ബൈ മോഡ് സെറ്റ്. അങ്ങനെ ഗ്രേറ്റർ ദാൻ്റെ സിമ്പിളിൻ്റെ നേരെ മോഡ് സെറ്റ് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് 1 ബൈ മോഡ് സെറ്റ് ലെസ് ദാൻ 1. അപ്പോൾ എനിക്ക് എപ്പോഴും ഗ്രേറ്റർ ദാൻ്റെ സിമ്പിളിന് നേരെ 1 നിൽക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് നിർത്തേണ്ടത്. ആ രീതിയിലായി കഴിഞ്ഞു. ഇനി ഇവിടെ ലെസ് ദാൻ്റെ നേരെ തന്നെയാണ് മോഡ് സെറ്റ് നിൽക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താ, ഗ്രേറ്റർ ദാൻ സിമ്പിൾ വന്നിടത്ത് എന്താ 1 വന്നില്ല, 2 ആണ് നടക്കുന്നത്. അപ്പോൾ അത് പോകാനായിട്ട് അവിടുന്ന് 2നെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മോഡ് സെറ്റ് ബൈ 2 ലെസ് ദാൻ 1. ഓക്കെ, ഈ റീജിയൻ എഴുതിയപ്പോഴാണ് അടുത്ത് നമ്മുടെ 1 മാർക്ക് കിട്ടിയത്. ഈ റീജിയൻ കറക്റ്റ് ആണെങ്കിൽ ഓരോ റീജിയനും നമുക്ക് ഓരോ മാർക്ക് കിട്ടുമേ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം 4 മാർക്കായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യും. 1 ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 1 ബൈ ഇസഡ് പ്ലസ് 1 മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് 2. ഇപ്പോൾ കിട്ടിയതിന് ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതാം. ഇവിടെ നിന്ന് ആരെ പുറത്തെടുക്കണം, എനിക്ക് നോക്കിക്കേ, ഈ 2 റേഞ്ച് നോക്കിക്കേ. ഒരിടത്ത് 1 ബൈ ഇസഡും എടുത്ത് ഇസഡ് ബൈ 2. ഇസഡ് ബൈ 2 ഉള്ള ടേം ഇതാ. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഇസഡ് ബൈ 2 ഉണ്ടാവണേ. ഇവിടെ 1 ബൈ ഇസഡ് വരുന്ന ഈ ടേമിനകത്താണ്. സോ ഇസഡ് ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ ആ ടേമിനകത്ത് നിന്ന് ആരെ പുറത്തേക്ക് എടുക്കണം, ഇസഡിനെ പുറത്തേക്ക് എടുക്കണം. സോ ഞാൻ ഇവിടുന്ന് ഇസഡിനെ പുറത്തേക്ക് എടുത്തു. അപ്പോഴേക്ക് ഇസഡ് പുറത്തേക്ക് വന്നപ്പോൾ ഇസഡിൻ്റെ സ്ഥാനത്ത് 1 ആയി, മറ്റെടുത്ത് 1 ബൈ ഇസഡ് ആയി. കണ്ടില്ലേ, 1 ബൈ ഇസഡ് ഇവിടെ ഫോം ആയല്ലോ. അടുത്ത് നോക്കിക്കേ, കോൺസ്റ്റൻ്റ് ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ ഈ ടേമിനകത്ത് നിന്ന് ആരെയാണ് പുറത്തെടുക്കേണ്ടത്, കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കണം. സോ 1 ബൈ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 2 പുറത്തേക്ക് എടുത്തപ്പോൾ ഇസഡ് ബൈ 2 പ്ലസ് 1 എന്നായി. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു 1 ബൈ ഇസഡ് ഇൻറ്റു ഡിനോമിനേറ്ററിലെ ഈ 1 പ്ലസ് 1 ബൈ ഇസഡിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി 1 പ്ലസ് 1 ബൈ ഇസഡ് ദ ഹോൾ റൈസ് ടു -1 എന്ന് എഴുതി. അടുത്ത ടേം ആണെങ്കിലോ -1 ബൈ 2 ഇൻറ്റു ഈ 1 പ്ലസ് ഇസഡ് ബൈ 2നെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി റൈസ് ടു -1 എന്ന് എഴുതി. നമ്മുടെ ഒരു ഫോമുലുണ്ട് 1 പ്ലസ് എക്സ് റൈസ് ടു -1 എന്തുവാണ്, 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ 1 ബൈ ഇസഡ് ഇൻറ്റു 1 മൈനസ് 1 ബൈ ഇസഡ് plus 1 by z the whole square minus 1 by z the whole cube plus etc. minus 1 by 2 into എന്തുവാണ് 1 മൈനസ് ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ ഇസഡ് ബൈ 2 ആണ്. സോ ഇസഡ് ബൈ 2 പ്ലസ് ഇസഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ മൈനസ് ഇസഡ് ബൈ 2 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ആൻസറായി. നിങ്ങൾ ചില ടെസ്റ്റിൽ ഇവിടെ സമ്മേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി നിർത്തിക്കും, നമുക്കത് വേണ്ട, നമുക്ക് എക്സ്പാൻഷൻ ആകുമ്പോൾ തന്നെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, പാർഷ്യൽ ഫ്രാക്ഷൻ ഈ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മാർക്കാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോഴേക്കും 1 മാർക്ക്. അപ്പം ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നമുക്ക് ഇവിടെ പ്രതീക്ഷിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ഈ സ്റ്റെപ്പിനും കൂടെ 1 മാർക്ക് കൊടുത്തോണ്ടാണ് ചിലപ്പോൾ ഈ 1 മാർക്ക് ഇവിടെ കാണത്തില്ല. ഈ 2 സ്റ്റെപ്പ് എഴുതുമ്പോൾ ഓരോ മാർക്ക് കിട്ടത്തേ ഉള്ളൂ. ഈ റീജിയൻ ഓരോന്നിനും നമുക്ക് ഓരോ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 5 മാർക്കായി. നോർമലി ഇതുവരെ എത്തുമ്പോൾ 4 മാർക്കേ വരാറുള്ളൂ. പിന്നെ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്യത്തില്ലേ, ഈ 1 മാർക്ക് കൂടെ വേണ്ട കേട്ടോ. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തില്ല, ആരെയാണ് പുറത്തേക്ക് എടുത്തതെന്നുള്ള ഈ സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ 1 മാർക്കാണ്. ഓക്കെ, അപ്പോൾ 1 2 3 4 5 ആയി. അടുത്ത റൈസ് ടു -1 എഴുതുമ്പോൾ 1 മാർക്കാണ്. ലാസ്റ്റ് ആൻസറേക്കിൽ എത്തുമ്പോൾ 1 മാർക്കാണ്. ഇങ്ങനെയാണ് 7 മാർക്ക് ആവുന്നത്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ റീജിയൻ മാത്രം എഴുതുമ്പോൾ തന്നെ നമുക്ക് ഓരോ മാർക്ക് 2 മാർക്ക് അവിടെ കിട്ടുകയാണ്. പിന്നെ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഫാക്ടറൈസ് ചെയ്യേണ്ടി വന്നു, ചില പ്രോബ്ലത്തിൽ ഫാക്ടറൈസ് ചെയ്യേണ്ടി വരത്തില്ല, എനിക്ക് അതിന് മാർക്ക് ഉണ്ടാവത്തില്ല. അങ്ങനത്തെ കേസിലാണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ സ്റ്റെപ്പിന് നമുക്ക് 1 മാർക്ക് കിട്ടുമേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. എന്ത് കുഞ്ഞോ ഒരു പാർട്ട് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്ന് ഇവിടെ ചെയ്ത പോലെ ഞാൻ Z+1 ഇൻറ്റു Z+2 എന്തുവാണ് ഇവിടെ ചെയ്തത്, സെയിം അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ച പോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നുന്നേ. നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, നമ്മളിവിടെ പഠിച്ചിട്ടാണ് പോയത്, പക്ഷേ എക്സാമിന് എഴുതാൻ പറ്റിയിട്ടുണ്ടായില്ലെങ്കിൽ അതിന് കാരണം നമ്മൾ പഠിക്കുന്ന ഞാനിപ്പോൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഈസിയാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തമായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്കത് എത്രത്തോളം എഴുതാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതായത് കേൾക്കുന്നതിൻ്റെ പകുതിയെ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാൽ അതിൽ നിങ്ങൾ ആ ട്രൈ ചെയ്യുന്നതിന് 100% നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. അപ്പോൾ ദയവ് ചെയ്ത് സ്വന്തമായിട്ട് ഓരോ പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. പറയുന്ന മാത്രം കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പിന്നെ പ്രയാസമാണെന്ന് തോന്നരുത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾ സിംഗുലാരിറ്റീസ് ആൻഡ് കറസ്പോണ്ടിങ് റെസിഡ്യൂസ് ഓഫ് 8/1 + z². അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, tan z. അപ്പോൾ നമുക്ക് ആ പാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 8/1 + z². റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ പോളാണ്. സിംഗുലാരിറ്റി എന്ന് തന്നെ പോൾ സിംഗുലാരിറ്റി അല്ലേ, അതുകൊണ്ടാണ് ഫൈൻഡ് ഓൾ സിംഗുലാരിറ്റീസ് ആൻഡ് കറസ്പോണ്ടിങ് റെസിഡ്യൂസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കരുത്, നമുക്ക് റെസിഡ്യൂ എന്നുള്ള വേർഡ് അറിയാം. റെസിഡ്യൂ വെച്ചിട്ട് ബാക്കിയെല്ലാം ആലോചിച്ചങ്ങ് ചെയ്തോളാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8/1 + z². ഓക്കെ, റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? പോൾ വേണം. അപ്പോൾ പോൾ വേണമെങ്കിൽ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം z² = -1 എന്ന് വരുന്നുണ്ട്. z = +or -i. ഈ 1 + z² the whole raised to -1 ആയത് കാരണം z = +or -i എന്നതിന് രണ്ട് പേര് എന്ത് പോളാണ്? സിമ്പിൾ പോളാണ്. അപ്പോൾ സിംഗുലാരിറ്റി ആയി കഴിഞ്ഞു. ഇനി എന്താ? ഈ രണ്ട് പോളിൻ്റെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. ഇവിടെ പ്രത്യേകിച്ച് കർവ് ഒന്നും പറഞ്ഞിട്ടില്ല, റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ പോളിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്തുവാണ്? ലിമിറ്റ് residue of f of z at z is equal to a. If a എന്ന് പറഞ്ഞ സിമ്പിൾ പോൾ ആണെങ്കിൽ ലിമിറ്റ് z tends to a z minus a into f of z എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. if z equal to a is സിമ്പിൾ പോൾ അല്ലേ. അപ്പോൾ ഞാൻ ആ ഫോർമുല അവിടെ എഴുതി വെച്ചു. ആദ്യം ഓരോ പോയിന്റ് ആയിട്ട് തുടങ്ങാം. z is equal to i തുടങ്ങുവാണേ. അപ്പോൾ റെസിഡ്യൂ ഓഫ് f of z at z is equal to i is equal to limit z tends to i z minus i into f of z. f of z എന്ന് പറയുന്നത് നിങ്ങളുടെ 8/1 + z². 8/1 + z² എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? z = +or -i എന്ന് കിട്ടിയെന്ന് എൻ്റെ അർത്ഥം z + i into z minus i എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. z - i ക്യാൻസൽ ആയിപ്പോയി. z ഇനി i കൊടുക്കുമ്പോൾ ഇതെന്താ പറയുന്നത്? 8/2i എന്ന് കിട്ടുന്നുണ്ട്. ദറ്റ് ഇസ് ഈക്വൽ ടു 4/i. ഈ 4/i എന്ന് എഴുതാൻ ഇഷ്ടമുള്ളവർ ഇവിടെ വെച്ച് നിർത്താൻ വേണമെങ്കിൽ നമുക്ക് -4i എന്ന് വേണമെങ്കിൽ നിർത്താം. കാരണം 1/i is equal to -i നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ -4i എന്ന് എഴുതിയാലും കറക്റ്റാണ്. അടുത്ത പോയിന്റ് നോക്കട്ടെ. at z is equal to i നോക്കുവാണെങ്കിൽ റെസിഡ്യൂ ഓഫ് f of z at z is equal to i is equal to limit z tends to -i ആണ്. z is equal to z tends to -i z plus i into f of z എന്ന് പറഞ്ഞാൽ എന്താ? 8/z² + 1. അതിനാണ് നമ്മൾ z plus i into z minus i എന്ന് എഴുതിയത്. z plus i ക്യാൻസൽ ആയിപ്പോയി. ഇനി നമുക്ക് -i ഇവിടെ കൊടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ വരും 8/-2i എന്ന് വരും. 8/-2i എന്താ? -4/i. 1/i = -1 ആണെങ്കിൽ ഇതെന്താ? 4i എന്നാണ് ആൻസർ കിട്ടുന്നത്. തീർന്നു. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനല്ലേ പറഞ്ഞത്? സം ഓഫ് ദ റെസിഡ്യൂ ഇന്റഗ്രൽ തിയറം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ 2 പോയിന്റ് നമുക്കിവിടെ കിട്ടി. സിമ്പിൾ പോൾ ആയിരുന്നു. അപ്പോൾ ആ സിമ്പിൾ പോളാണ് രണ്ടുപേരും എന്നുള്ള ഈ ഒരു സ്റ്റെപ്പിനെ നമുക്ക് 1 മാർക്ക് കിട്ടത്തുള്ളൂ. അടുത്ത് ഈ റെസിഡ്യൂവിൻ്റെ ഫോമിലേക്ക് 1 മാർക്ക്, ഫസ്റ്റ് റെസിഡ്യൂവിൻ്റെ ആൻസർ കറക്റ്റ് ആവണേന് 1 മാർക്ക്, ഈ ആൻസറിന് 1 മാർക്ക്. അങ്ങനെയാണ് അവിടുത്തെ 4 മാർക്ക് വരുന്നത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അതിൽ 4 മാർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്ക്. അങ്ങനെ എനിക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നത്. ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് tan z ആയിരുന്നു. f of z is equal to ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്ന tan z. അപ്പോൾ tan വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എഴുതണം എന്ന്? sin z/cos z എന്ന് എഴുതണം. ഇതേപോലെ വേണമെങ്കിൽ cot z എന്ന് ചോദിക്കാം. അപ്പോൾ cot z എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? cos z/sin z എന്ന് എഴുതണം. ഇനി പോൾ ഫൈൻഡ് ചെയ്യാൻ ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, cos z ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. cos z 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോസിൻ്റെ വാല്യൂ 0 ആവുന്നത് എപ്പോഴാണ്? cos 0 0 ആണോ? cos 0 1 ആണ്. cos π/2 0 ആണ്. cos 3π/2 0 ആണ്. cos 5π/2 0 ആണ്. അപ്പം ജനറലായിട്ട് ഞാൻ എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്? ഓഡ് നമ്പർ വരുമ്പോഴെല്ലാം കോസിൻ്റെ വാല്യൂ 0 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 2n + 1 π/2 = 0 എന്ന് എഴുതാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? ജനറലായിട്ട് പറയുവാണെങ്കിൽ 2n + 1 π/2 എന്ന് എഴുതാം. വേർ n = 0 ± 1 ± 2 എക്സെട്ര. ഇവിടെ പ്രത്യേകിച്ച് ഒരു കർവ് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതിൽ ആരൊക്കെ അകത്തുനിന്ന് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പോൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സിമ്പിൾ പോൾ എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഫംഗ്ഷൻ വരുമ്പോൾ, ഇതേപോലെ പോളിനോമിയൽ അല്ലാണ്ട് ഫംഗ്ഷൻ വരുമ്പോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്തുവാ? റെസിഡ്യൂ ഓഫ് f of z at z is equal to a is equal to h of a/g' ഓർമ്മയുണ്ടോ? അപ്പോൾ ഇതിൽ h of z എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ h of z എന്ന് പറയുമ്പോൾ എന്താ? ന്യൂമറേറ്റർ sin z-നെയാണ് നമ്മൾ h of z എന്ന് പറയുന്നത്. g of z എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ cos z. അപ്പോൾ g' of z എന്ന് പറഞ്ഞാൽ എന്താ? cos z ഡെറിവേറ്റീവ് -sin z അല്ലേ? നമ്മളിവിടെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോണ റെസിഡ്യൂ ഓഫ് f of z at z is equal to 2n + 1 π/2. Okay, is equal to
h of 2n plus 1 pi by 2 by g dash of 2n plus 1 pi by 2. That is equal to h of എന്ന് പറയുമ്പോൾ എന്തിലാ കൊടുക്കേണ്ടത്? sin of 2n plus 1 pi by 2 by g dash എന്ന് പറയുമ്പോൾ minus sin of 2n plus 1 pi by 2. Sin of 2n plus 1 pi by 2 minus sin of 2n plus 1 pi by 2 ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി ഇവിടെ ഒരു -1 മൈനസ് സൈൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയിപ്പോയിട്ട് ബാക്കി -1. സോ എൻ്റെ ആൻസർ ആയില്ലേ? ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ tan z നെ sin z ബൈ cos z എന്ന് എഴുതുന്നതിന് നമുക്ക് 1 മാർക്കാണ്. cos z = 0 എന്ന് പറഞ്ഞാൽ z = 2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എഴുതിയില്ലേ, അപ്പോൾ 1 മാർക്ക്. റെസിഡ്യൂവിൻ്റെ ഈ ഫോമിലേക്ക് 1 മാർക്ക്. ലാസ്റ്റ് ആൻസർ ഇവിടെ കിട്ടുമ്പോഴേക്കും 1 മാർക്ക്. സപ്പോസ് ഇപ്പോൾ റെസിഡ്യൂവിൻ്റെ ഈ ഫോമിലേക്ക് മാർക്ക് ഇല്ലെങ്കിൽ h of z g dash of z എഴുതുന്ന ഈ പാർട്ടിനായിരിക്കും മാർക്ക്. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ കീ വരുന്ന ആളെങ്ങനെയാണോ അയാൾക്ക് ഇടാൻ തോന്നുന്നത്. അതുപോലെ ചിലർ ഫോമിൽ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കാനായിരിക്കും പറയുന്നത്. ചിലർ പറയുന്നത് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കാനായിരിക്കും. അപ്പോൾ അത് കീ പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 4 മാർക്ക് വരണം. അപ്പോൾ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, നമ്മളിവിടെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. tan z ചോദിക്കാൻ ഒത്തിരി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പോൾ ഞാനാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഞാൻ ഈ ആദ്യത്തെ 2 സെറ്റും മാത്രമേ എഴുതത്തുള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം പെട്ടെന്ന് കിട്ടുന്നതാണ്, നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ എഴുതിയിരിക്കുന്നത്? ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ c e raised to z by cos pi z dz where c is the unit circle mod z equal to 1 using Cauchy's residue theorem. ഓക്കെ, ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ c e raised to z by cos pi z അല്ലേ? 6th question A part where c is the unit circle where c is mod z equal to 1 using Cauchy's residue theorem എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് റെസിഡ്യൂ തിയറം യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? പോൾ വേണം. അപ്പോൾ പോൾ വേണമെങ്കിൽ നമ്മൾ ആദ്യം ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. തൊട്ട് മുന്നേ നമ്മൾ കോസ് z 0ക്ക് ഇക്വേറ്റ് ചെയ്തേ ഉള്ളൂ. അവിടെ നമുക്ക് എന്താ കിട്ടിയത്? കോസിൻ്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുന്നതെന്ന് നമുക്ക് കിട്ടിയത് 2n + 1 pi by 2 വരുമ്പം. ഓർമ്മയില്ല അവിടെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ z is equal to 2n + 1 pi by 2 എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ഇവിടെ ഇസെറ്റിൻ്റെ സ്ഥാനത്ത് എന്താ നടക്കണേ? കോസ് പൈ ഇസെറ്റ് ആവുള്ളത്. സോ പൈ ഇസെറ്റ് ഇസ് ഈക്വൽ ടു 2n + 1 pi by 2. പൈ രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസലായി പോയാൽ ഇസെറ്റ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ഹിയർ ഇസെറ്റ് ഇസ് ഈക്വൽ ടു 2n + 1 by 2 എന്ന് കിട്ടും. വെയർ n ഈക്വൽ ടു 0 ± 1 ± 2 എക്സെട്ര. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ പോൾ കിട്ടിയത്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോസ് pi by 2 0, cos 3 pi by 2 0, cos 5 pi by 2 0 എന്നറിയാം. അപ്പോൾ cos 2n + 1 pi by 2 0 ആണെന്ന് നമുക്കറിയാം. അത് z is equal to 2n + 1 pi by 2 ആണ് വരേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ cos z ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോ, cos z അല്ല cos pi z ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ z equal to ഈ വാല്യൂ എഴുതിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് എന്താ ഇവിടെ ഉള്ളത് pi z ആയതുകൊണ്ട് pi z equal to എന്ന് പറഞ്ഞു എഴുതി. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് പൈ പോകുമ്പോൾ z equal to എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ പോൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ആരൊക്കെ അകത്തെ പോയിന്റ് ആണെന്ന് നോക്കാം. അപ്പോൾ n-ന് 0 കൊടുക്കുവാണെങ്കിൽ when n is equal to 0 n equal to 0 ആകുമ്പം z equal to 1/2 ആവുകയാണ് അല്ലേ? ഈ 1/2 എന്ന് പറയുന്നത് നിങ്ങളുടെ മോഡ് സെറ്റിൻ്റെ കൊടുത്തു വയ്ക്കേ. മോഡ് z equal to modulus of 1/2 which is equal to 1/2 less than 1. So z equal to 1/2 lies inside C. Okay, അടുത്ത when n equal to 1 കൊടുക്കുവാണെങ്കിൽ z is equal to എന്താ വരണേ? 2 + 1/2 that is 3/2. mod z is equal to modulus of 3/2. 3/2 എന്ന് പറഞ്ഞാൽ 1 point something ആണ് അല്ലേ? അപ്പം 3/2 is greater than 1. Therefore z equal to 3/2 lies outside C. ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 1 കൊടുത്തപ്പോൾ പുറത്താണെങ്കിൽ പിന്നെ 2ഉം 3 ഒക്കെ കൊടുക്കുമ്പോൾ എന്താ പുറത്താണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള ഒരു വാല്യൂ അവിടെ നോക്കണ്ട. അപ്പോൾ നെഗറ്റീവിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്ത് നോക്കണ്ടേ? അപ്പോൾ അതും കൂടെ കൊടുത്ത് നോക്കാവോ? n equal to -1 കൊടുക്കുമ്പോൾ z is equal to 2 × -1 -2 -2 + 1 എന്തുവാ? -1 1/2. അപ്പോൾ mod z is equal to root of -1/2 the whole square. modulus of -1/2 എന്നാണ് പറഞ്ഞത്. that is root of -1/2 the whole square എന്ന് പറഞ്ഞാൽ 1/2 ആണ്. that is less than 1. therefore z equal to -1/2 lies inside C. നമുക്ക് ആകെ 2 പോയിന്റേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ n equal to -2 കൊടുത്തു നോക്കിയാൽ -2 കൊടുക്കുമ്പോൾ ഇത് -4 + 1 -3/2 വരും. -3/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. that is greater than 1. അപ്പോൾ ആ പോയിന്റ് ഒന്നും അകത്ത് വരത്തില്ല. ആകെ ഏത് 2 പോയിന്റേ അകത്ത് വരത്തുള്ളൂ? z is equal to n equal to 0 കൊടുത്തപ്പോൾ z equal to 1/2ഉം z equal to -1/2. ഈ 2 പോയിന്റും മാത്രമേ നമുക്ക് കർവിനകത്ത് വരത്തുള്ളൂ. ബാക്കി ഒരു പോയിന്റും വരത്തില്ല. ഈ 2 പോയിന്റിൽ മാത്രം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? പോൾ ഫൈൻഡ് ചെയ്താൽ മതി.
സോറി റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, ഡിനോമിനേറ്ററിൽ പോളിനോമിയൽ അല്ല. അപ്പോൾ നമ്മുടെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഏത് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എ ബൈ ജി ഡാഷ് ഓഫ് എ. പോളിനോമിയൽ വന്നാൽ മാത്രം നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്താൽ മതി? മറ്റേ ലിമിറ്റ് എന്നൊക്കെ യൂസ് ചെയ്യുന്ന പോളിൻ്റെ ആ ഫോമിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ഈ ഫോമിൽ മതിയാവും. നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/2 നോക്കാൻ പോവാം. ഇവിടുത്തെ എച്ച് ഓഫ് ഇസഡ് എന്താവും? ഞങ്ങൾ ന്യൂമറേറ്റർ നോക്കുമ്പം എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഇ റേസ് ടു ഇസഡ് ആണ്. ജി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? കോസ് പൈ ഇസഡ്. അപ്പോൾ ജി ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് പൈ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ പൈ ഇസഡ് ഇൻറ്റു പൈ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് പൈ. ഓക്കെ, അപ്പോൾ എനിക്കൊരു മാർക്ക് കിട്ടിയേ. അപ്പോൾ നോക്കി, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/2 ഇസ് ഈക്വൽ ടു h of 1/2 by g dash of 1/2. That is equal to e raised to 1/2 by g dash എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ഇൻറ്റു സൈൻ പൈ ബൈ 2. സൈൻ പൈ ബൈ 2 എന്താണെന്നറിയോ? സൈൻ പൈ ബൈ 2 1 ആണ്. സോ ദിസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2 1 ആവുമ്പോൾ മൈനസ് ഇ റേസ് ടു 1/2 ബൈ പൈ എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2 നോക്കുമ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2 ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് 1/2 ബൈ ജി ഡാഷ് ഓഫ് മൈനസ് 1/2. ദറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 1/2 ബൈ മൈനസ് പൈ ഇൻറ്റു സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2. സൈൻ ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റയാണ്. സൈൻ പൈ ബൈ 2 1 ആണ്. സോ മൈനസ് സൈൻ പൈ ബൈ 2 -1. അപ്പോൾ ആ -1 ഈ മൈനസ് കൂടി എന്താവും? പ്ലസ് ആവും. സോ ദിസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 1/2 ബൈ പൈ എന്നാവും. ഓക്കെ, ആ രണ്ട് ആൻസർ കിട്ടി. നമുക്ക് എന്താ ഇതിൻ്റെ ആൻസറാണ്, ഇൻ്റഗ്രലിൻ്റെ ആൻസറാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ബൈ കോഷീസ് റെസിഡ്യൂ തിയറം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2 pi I into sum of residues inside C. തന്നിട്ടുള്ള കർവിന് അകത്തുള്ള പോയിൻറ്റ്സിന് മാത്രം റെസിഡ്യൂ ഫൈൻഡ് ചെയ്തിട്ട് തന്നെ സം ചെയ്യാൻ. ദറ്റ് ഈസ് ഈക്വൽ ടു 2 pi I into മൈനസ് ഇ റേസ് ടു 1/2 ബൈ പൈ പ്ലസ് ഇ റേസ് ടു മൈനസ് 1/2 ബൈ പൈ. ഈ പൈ രണ്ടും പുറത്തേക്ക് എടുക്കുമ്പോൾ പുറത്തുള്ള ഈ പൈയുമായിട്ട് അങ്ങ് ക്യാൻസലായി പോകും. സോ ദിസ് ഈക്വൽ ടു 2i into മൈനസ് ഓഫ് ഇ റേസ് ടു 1/2 പ്ലസ് ഇ റേസ് ടു മൈനസ് 1/2 ആൻസർ ആയി കഴിഞ്ഞു. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ തന്നെ 7 മാർക്ക് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എൻ്റെ 7 മാർക്ക് എങ്ങനെയായിരിക്കും? ഈ ഇസഡ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഈ പോയിന്റ് കിട്ടുമ്പോഴാണ് 1 മാർക്ക്. രണ്ടും ഇൻസൈഡ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുമ്പോഴേക്കും നമുക്ക് ഓരോ മാർക്ക് ഇവിടെ കിട്ടും. 3 മാർക്കായേ. അടുത്ത് നോക്കിക്കേ, ഈ പോയിന്റ് പിടിക്കുമ്പോൾ 1 മാർക്ക്, ഇത് കിട്ടുമ്പോഴേക്കും 1 മാർക്ക്, 5 മാർക്കായി. ഫോമിലേക്ക് 1 മാർക്ക്, ലാസ്റ്റ് ആൻസറിന് 1 മാർക്ക്. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ 7 മാർക്ക് നമുക്ക് കിട്ടുന്നത്. ഇതും നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ നമ്മൾ ഓർമ്മിക്കുന്ന, നമ്മൾ പല പോയിൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞു തരത്തില്ല. ഡിനോമിനേറ്ററിൽ പോളിനോമിയൽ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫാക്ടേഴ്സ് ആണ്, അതായത് പോളിനോമിയൽ ആണെങ്കിൽ എങ്ങനെയാണ്, പോളിനോമിയൽ അല്ലാത്ത ഫംഗ്ഷൻ വന്ന് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയത്തില്ലേ. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രോബ്ലം കാണുമ്പം ഈ പറയുന്ന പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർമ്മ വരത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണ്ടേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 pi d theta by 2 plus cos theta. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ആണല്ലേ. ഇൻ്റഗ്രൽ 0 to 2 pi നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തതുമാണ്. d theta by √2 plus cos theta എന്നാണ് പക്ഷേ അത് ചെയ്തത് 2 plus cos theta. ഓക്കെ, അപ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ വന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞത്, ലെറ്റ് സി ബി മോഡ് z is equal to 1. z is equal to എന്തുവാ? e raised to i theta ആണ്. അപ്പോൾ d theta e raised to i theta ആണ്. അപ്പോൾ d theta is equal to dz by iz ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ വന്നിരിക്കുന്ന cos theta ആണ്. cos thetaക്ക് നമ്മൾ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 ഇൻറ്റു z പ്ലസ് 1/z ആണ്. അതിനകത്തേക്ക് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇതെങ്ങനെ വരും? z² പ്ലസ് 1/z ഈ 2 കൂടി ചേർന്നിട്ട് 2z. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടി. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം. ഇൻ്റഗ്രൽ 0 to 2 pi d theta by 2 plus cos theta is equal to integral over c d theta ൻ്റെ സ്ഥാനത്ത് എന്താ എഴുതേണ്ടത്? dz by iz the whole by 2 plus cos theta. cos theta എന്ന് പറഞ്ഞാൽ എന്താണ്? z² plus 1/2z. okay, that is equal to integral over c
dz by iz the whole by 2z ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4z plus z square plus 1 the whole by 2z. നോക്കി ഡിനോമിനേറ്ററിൽ ഈ ഫ്രാക്ഷൻ മുകളിലും ഫ്രാക്ഷൻ ഉണ്ട്, ഇസഡും ഇസഡും ക്യാൻസൽ ആയി പോകും അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുവാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി 1/i ഇവിടെ ഉണ്ടല്ലേ, ഈ 2 കൂടെ മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും 2/i, അതായത് dz by i ന്യൂമറേറ്റർ, ഡിനോമിനേറ്ററിനെ തിരിച്ച് എഴുതുമ്പം 2/z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 എന്ന് എഴുതി. എന്തിനാണ് അങ്ങനെ ഇപ്പോൾ എഴുതിയത്? എനിക്കിപ്പോൾ z സ്ക്വയർ ആദ്യത്തെ ടേം ഡിഗ്രി കൂടുതലിരിക്കാൻ വേണ്ടിയിട്ട് z സ്ക്വയർ പിന്നെ അടുത്ത് 4z ടേം പ്ലസ് 1. ഇതിൽ ഈ 2/i എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാനങ്ങ് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ ഓവർ സി dz by z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 dz. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇത് നമുക്ക് 2/i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz എന്ന് എഴുതാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ 1 ക്യാൻ ബി solved using എന്തുവാ Cauchy's residue theorem. Cauchy's residue theorem യൂസ് ചെയ്യണം. അപ്പോൾ Cauchy's residue theorem യൂസ് ചെയ്യണമെങ്കിൽ പോൾ വേണം. പോൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ z is equal to -b plus or minus root of b square minus 4ac the whole by 2a. That is equal to -b plus or minus root of 14 minus 4 16 minus 4 12 ആണ്. അപ്പം 12 എന്ന് പറഞ്ഞാൽ 2 root 3 by 2. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയെങ്കിൽ നോക്കിക്കേ, 12 എന്ന് പറയുന്നത് 2 times പോകുമ്പോൾ 6 ആണ്, വീണ്ടും 2 times പോകുമ്പോൾ 3. അപ്പോൾ 2 2ൽ ഒരെണ്ണം എടുത്തു 2, ബാക്കി ഒരാളെ 3 ഒരാളെ ഉള്ളതാണ് 2 root 3. ഇനി ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യട്ടെ. അപ്പോൾ ഇത് -2 plus or minus root 3 എന്ന് കിട്ടി. z is equal to. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് പഠിപ്പിച്ചപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടണോ, ഡെസിമലായിട്ട് ഇട്ടിട്ട് അകത്തുള്ള പോയിൻ്റ് ആണോ പുറത്തുള്ള പോയിൻ്റ് ആണോ ചെക്ക് ചെയ്താൽ പോരുത്. അങ്ങനെ ആയാലും മതി. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഈ പോയിൻ്റ് എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 2 പോയിൻ്റ് കിട്ടിയില്ല. ഈ 2 പോയിൻ്റ് എന്തുവാണ്? z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 എന്ന് പറയുന്ന പവർ 1 ആയിരുന്നു. സോ ഇത് രണ്ടും സിമ്പിൾ പോളാണ്. ഇനി നമ്മുടെ ജോലി എന്താ? ഈ പോൾ അകത്താണോ പുറത്താണോ ചെക്ക് ചെയ്യണം. ഓരോ പോയിൻ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ പോയിൻ്റ് z is equal to -2 പ്ലസ് റൂട്ട് 3 ഞാൻ എടുക്കുവാണ്. z is equal to -2 പ്ലസ് റൂട്ട് 3 എടുക്കുമ്പോൾ നിങ്ങളുടെ മോഡ് സെറ്റിനകത്ത് കൊടുക്കുമ്പോൾ മോഡ് സെറ്റ് is equal to -2 പ്ലസ് റൂട്ട് 3 എന്നാണ് വരുന്നത്, വിച്ച് is equal to -2 പ്ലസ് റൂട്ട് 3 എന്ന് തന്നെ വരും. റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 1 point something ആണ്. -2 വരുമ്പോഴേക്കും അപ്പോൾ എന്താ, ഇത് 1-നേക്കാളും ചെറിയ വാല്യൂ കിട്ടണം. ദാറ്റ് ഇസ് ലെസ് ദാൻ 1. therefore z equal to -2 പ്ലസ് റൂട്ട് 3 ലൈസ് ഇൻസൈഡ് സി. ഓക്കെ, അപ്പോൾ അതേപോലെ രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ z is equal to -2 മൈനസ് റൂട്ട് 3 എന്നാണ് വരുന്നത്. അപ്പോൾ മോഡ് സെറ്റിനകത്ത് കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് മൈനസ് ഓഫ് 2 പ്ലസ് റൂട്ട് 3 എന്നല്ലേ വരുന്നത്. മോഡുലസിൻ്റെ സ്ക്വയർ വരുമ്പോൾ മൈനസ് പോകും, വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് റൂട്ട് 3 എന്നാണ് വരുന്നത്. ദറ്റ് ഇസ് 1 point something ആയിരിക്കും വരുന്നത്. 2 പ്ലസ് 1 point something, ദറ്റ് ഇസ് 3 point something വരും. ഗ്രേറ്റർ ദാൻ 1 ആണ്. therefore z is equal to -2 മൈനസ് റൂട്ട് 3 ലൈസ് ഔട്ട്സൈഡ് സി. ആ പോയിന്റ് നമുക്ക് വേണ്ട. നമുക്ക് ഈ ഒരു പോയിന്റിൽ മാത്രം കർവ് ചെക്ക് ചെയ്താൽ മതി. ഈ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, നമ്മൾ എന്തുവാ സാധാരണ റെസിഡ്യൂ തിയറം നോക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ഫ്രാക്ഷൻ ആ ഫോമിൽ വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ കേട്ടോ. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z അറ്റ് z is equal to -2 പ്ലസ് റൂട്ട് 3 is equal to, ഞാനിപ്പോൾ പറഞ്ഞു നിൽക്കുന്ന ഫോമുല അനുസരിച്ച് ലിമിറ്റ് z ടെൻസ് ടു -2 പ്ലസ് റൂട്ട് 3 z minus of -2 plus root 3 into f of z. f of z എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ എന്തുവാണ്? 2/z സ്ക്വയർ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിവിടെ 1/z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം 1/ ഇതായിരുന്നു എൻ്റെ റൂട്ട് അല്ലേ, 1/z മൈനസ് ഓഫ് -2 പ്ലസ് റൂട്ട് 3യും z പ്ലസ് -2 മൈനസ് റൂട്ട് 3 എന്നും വന്നു. ഓക്കെ, ഈ z മൈനസ് ഓഫ് -2 പ്ലസ് റൂട്ട് 3യും z മൈനസ് ഓഫ് -2 പ്ലസ് റൂട്ട് 3യും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 1/z പ്ലസ് -2 മൈനസ് റൂട്ട് 3 ആണ്. അപ്പോൾ അവിടെ z-ൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കുമ്പോൾ ഇത് 1/z എന്ന് പറയുന്നത് -2 പ്ലസ് റൂട്ട് 3യും -2 മൈനസ് റൂട്ട് 3 ഓൾറെഡി ഉണ്ടായിരുന്നതും -√3 പോയിട്ട് ആൻസർ -1/4 എന്നാണ് വരുന്നത്. എഴുതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. z മൈനസ് ഓഫ് -2 മൈനസ് റൂട്ട് 3 പോലെ ഇവിടെ z മൈനസ് ഓഫ് ആയിരുന്നു. അപ്പം ഇവിടെ ഒരു മൈനസ് സൈൻ അകത്തേക്ക് വരുമ്പോൾ ഇത് പ്ലസും
ഇത് പ്ലസ് ആവുന്നുണ്ട്. സോ -2 +2 ക്യാൻസൽ ആയി പോണേ. 1/2√3 എന്നാണ് പറയുന്നത്. സോ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല എന്തുവാ, ഇന്റഗ്രൽ ഓവർ C f(z) dz ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് ദ റെസിഡ്യൂസ് അല്ലേ. സം ഓഫ് ദ റെസിഡ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ 1/2√3, 2 ക്യാൻസൽ ആകുമ്പോൾ πi/√3 എന്ന് കിട്ടി. ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിപ്പോൾ എന്തിൻ്റെ ആൻസർ ആയിട്ടുള്ളൂ, ഇന്റഗ്രൽ ഓവർ C f(z) dz ആൻസർ ആയിട്ടേ ഉള്ളൂ. Therefore integral 0 to 2pi d theta by 2 plus cos theta is equal to 2/i into integral over C f(z) dz ന്റെ സ്ഥാനത്ത് πi/√3, πi/√3, i ക്യാൻസൽ ആവുന്നു. സോ ആൻസർ 2π/√3 എന്ന് കിട്ടുന്നു. പെട്ടെന്ന് ആൻസർ കിട്ടും. ഞാനിത് വേറൊരു രീതിയിൽ കൂടെ പറഞ്ഞേട്ടെ. ഈ റെസിഡ്യൂ ഇപ്പോൾ സിമ്പിൾ പോൾ ആയതുകൊണ്ട് ഈ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് റെസിഡ്യൂവിന് ഇങ്ങനെ ഒരു ഫോർമുലയില്ലേ, റെസിഡ്യൂ ഓഫ് f(z) at z is equal to a is equal to h(a/g' എന്ന്. ഈ ഡിനോമിനേറ്റർ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് റൂട്ടൊക്കെ ഉള്ള സമയത്ത് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ a എന്ന് പറയുന്നത് എന്തുവാ, h(-2 plus √3യും g'(-2 plus √3) എഴുതി. ഇവിടുത്തെ h(z) എന്തുവാ, ന്യൂമറേറ്ററിൽ ഒന്നുമില്ലായിരുന്നു, ന്യൂമറേറ്ററിൽ 1 ആയിരുന്നു. g(z) എന്ന് പറഞ്ഞാൽ z² + 4z + 1. അപ്പോൾ g'(z) എന്ന് പറഞ്ഞാൽ 2z + 4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഈസിയോ ആ മെത്തേഡ് യൂസ് ചെയ്യാവേ. അപ്പോൾ h(z)ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി, 1 എഴുതി. ബൈ g' സ്ഥാനത്ത് 2 ഇൻറ്റു z എന്ന് പറയുന്നത് -2 + √3 + 4 എന്ന് എഴുതി. ഈ 2 അകത്തേക്ക് വരുമ്പോൾ 1/-4 + 2√3 + 4, -4ഉം +4ഉം ആകുമ്പോൾ 1/2√3. ഇങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. ഇതേപോലെ വേണേലും ചെയ്താൽ നമ്മുടെ റെസിഡ്യൂവിൻ്റെ ഫോർമുലയിൽ ഇത് സിമ്പിൾ പോൾ ലിമിറ്റ് z ടെൻഡ്സ് ടു a z - a ഇൻറ്റു 1/, ആ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്ത് f(z) എന്നുള്ള ഫാക്ടറൈസ് ചെയ്ത് എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷേ ഇത് എല്ലായിടത്തും പറ്റത്തില്ല. സിമ്പിൾ പോൾ ആണെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യാറുള്ളൂ. സിമ്പിൾ പോൾ ആണെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ മാക്സിമം ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എപ്പോഴും യൂസ് ചെയ്യാൻ കാരണം ഇതുപോലത്തെ -2 + √3 √5 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ ഈ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.